വെൽക്കം ടു വെൽത്ത് വിത്ത് സൗമി. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് ആയിട്ടുള്ള റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഇവയൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ തരുന്നു. പക്ഷേ ഇതിനൊന്നും ലോങ് റണ്ണിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ലോങ് റണ്ണിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനും ടാക്സിനും ഇൻഫ്ലേഷനും ശേഷം നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യുന്ന ഒരു റിട്ടേൺ തരാനും ഏറ്റവും റീസണബിൾ ആയിട്ടുള്ളത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. എന്താണ് പവർ ഓഫ് ഇക്വിറ്റി? എന്തുകൊണ്ടാണ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെസ്റ്റ് ആണെന്ന് പറയുന്നത്? ഇക്വിറ്റി ബിസിനസ്സുകളോടൊപ്പം വളരും. ചെറിയ നിക്ഷേപം സമയം കൂടുമ്പോൾ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്നു. ദീർഘകാലത്ത് ഇക്വിറ്റി നല്ല റിട്ടേൺ നൽകും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓരോ വർഷവും നിങ്ങളുടെ നിക്ഷേപം കൂട്ടുക. ഫോർ എക്സാമ്പിൾ, ഈ വർഷം നിങ്ങൾ 10 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കരുതുക. അടുത്ത വർഷം നിങ്ങൾ ആ 10 ലക്ഷത്തിന്റെ സ്ഥാനത്ത് 11 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുക. അതായത് മിനിമം 10% ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഓരോ വർഷവും കൂട്ടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര മാക്സിമം ചെയ്യാൻ പറ്റുന്നോ അതായിരിക്കും ലോങ് ടേമിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. വരുമാനം കൂടുമ്പോൾ നിക്ഷേപം അതിലും വേഗത്തിലും കൂട്ടണം. ഇത് ഇൻഫ്ലേഷനെ മറികടക്കാൻ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ബോണസ് കിട്ടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയബിൾ പേ കിട്ടുന്നു, അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇത് നിങ്ങളെ ലോങ് ടേമിൽ ഇൻഫ്ലേഷനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് വരുമാനം കൂടുന്നതനുസരിച്ച് ചെലവ് കൂട്ടുന്നത് കൺട്രോൾ ചെയ്യുക. വേഗത്തിൽ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യരുത്. നമുക്ക് കുറച്ച് ലെജൻഡറി സ്റ്റോക്സിൽ നിന്നുള്ള റിട്ടേൺസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, ബജാജ് ഫൈനാൻസ് 2009 സ്റ്റോക്കിന്റെ പ്രൈസ് 10 രൂപയോളമായിരുന്നു. 2024 ആയപ്പോഴത്തേക്ക് അത് 7000 രൂപയ്ക്ക് മുകളിലായി. അതായത് 700 ടൈംസ് റിട്ടേൺ 15 വർഷത്തിൽ. അതുപോലെ തന്നെയുള്ള ഒരു കേസാണ് ഐക്കർ മോട്ടോഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, റോയൽ എൻഫീൽഡിന്റെ മാനുഫാക്ചേഴ്സ്. 2001 ഈ സ്റ്റോക്കിന്റെ പ്രൈസ് 15 രൂപയായിരുന്നു. അത് 4000 മുകളിലേക്ക് പോയി. അതായത് 200 ടൈംസ് സ്റ്റോക്ക് വളർന്നു. സെയിം ആണ് ടൈറ്റന്റെ കേസ്. ടൈറ്റന്റെ ഇനിഷ്യൽ വാല്യൂ 5 രൂപയായിരുന്നു. ഇന്ന് അത് 3000 രൂപയ്ക്ക് മുകളിലാണ്. അതായത് 600 ടൈംസ് വളർന്നു. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന കേസുകൾ 5000 സ്റ്റോക്ക് ഉള്ളതിനകത്ത് 10 to 15 സ്റ്റോക്കാണ് 200 ടൈംസിന് മുകളിൽ ലാസ്റ്റ് 15 വർഷത്തിൽ റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. 30 to 50 സ്റ്റോക്സ് ആണ് 100 ടൈംസിന് മുകളിൽ ലാസ്റ്റ് 15 വർഷത്തിൽ റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രോബബിലിറ്റി 1% താഴെയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റോക്ക് സെലക്ഷൻ, റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് സ്റ്റോക്ക്, അതുപോലെ തന്നെ റൈറ്റ് ടൈമിൽ. പിന്നെ അടുത്തത് നമ്മൾ നോക്കുമ്പോൾ പലരും ഈ സ്റ്റോക്കൊക്കെ വാങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്യും. അപ്പോൾ ഒരു 10 to 15 വർഷത്തിന് മുകളിൽ ഇത് കീപ്പ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു റൈറ്റ് റിട്ടേൺ കിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രാക്ടിക്കൽ പോസിബിലിറ്റീസും ചലഞ്ചസും. Thank you for watching. If you find the content useful, please subscribe and share. See you again with another video.